നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ KSRTC ഡ്രൈവർ തർക്കം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. ആദ്യം ഡ്രൈവർ യദുവിനെതിരെ കേസ് കൊടുത്ത മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അവരുടെ ഭർത്താവിനെതിരെയും ഇപ്പോൾ യദു നൽകിയ കേസ് കോടതി ഫയൽ സ്വീകരിച്ച ശേഷം അന്വേഷണത്തിന് ഉത്തരവിടാൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കണ്ടോൺമെൻറ് സ്റ്റേഷൻ 2 ദിവസങ്ങൾക്ക് മുൻപ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതേക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ യദുവിന് അനുകൂലമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചാ നിരൂപകനും യൂട്യൂബറുമായ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസുമായി സച്ചിൻ ദേവ് MLA രംഗത്ത് വന്നിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അകത്തിടാനുള്ളൊരു നീക്കം തന്നെയാണ് അണിയറയിൽ നടക്കുന്നതെന്നും പലരും അഭിപ്രായപ്പെടുന്നു. അഭിഭാഷകനായ ജയശങ്കറിനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തത്. സച്ചിൻ ദേവ് MLAയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർക്കും MLAയ്ക്കുമെതിരെ യൂട്യൂബിലൂടെ വിമർശനം നടത്തിയെന്നതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്ത കുറ്റം. അതിനാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് പോലീസും. വീഡിയോയിൽ ജയശങ്കർ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നീ ബാലുശ്ശേരി MLA അല്ലേടാ ഡാഷേ എന്ന് KSRTC ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചുവെന്ന് സച്ചിൻ ദേവ് പരാതി കൊടുത്തെങ്കിൽ ഡ്രൈവർ കുടുങ്ങിയെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. അതിൻ്റെ നിയമവശവും അദ്ദേഹം ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് സച്ചിൻ ദേവ് MLA കേസ് കൊടുത്തെങ്കിൽ KSRTC ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും തന്നെ സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ അടച്ചേനെ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ല എന്ന് ജയശങ്കർ വീഡിയോയിലൂടെ കുറ്റപ്പെടുത്തി. ഇത് പ്രകോപനപരമായ ഒരു പരാമർശമായി സച്ചിൻ ദേവ് MLAയെ നോക്കിക്കണ്ടു. ഈ പരാമർശത്തിനെതിരെ സച്ചിൻ ദേവ് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസ് കൊടുക്കുകയും ചെയ്തു. നിലവിൽ വക്കീലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസുള്ളത്. ഉടൻ തന്നെ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും, എന്തിനേറെ പറയുന്നു അറസ്റ്റ് പോലും സംഭവിക്കാമെന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഇതിനെ നിയമപരമായി തന്നെ നേരിടാനും അഡ്വക്കേറ്റ് ജയശങ്കർ തീരുമാനിച്ചിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ യദുവിൻ്റെ പക്ഷം പിടിച്ചു എന്നാണ് ജയശങ്കർ ചെയ്ത കുറ്റം. യദുവിൻ്റെ ഭാഗം എന്താണ് എന്നുള്ളത് ജനങ്ങളോട് തുറന്നു പറഞ്ഞു എന്നതാണ് ജയശങ്കർ ചെയ്ത കുറ്റം. ഇത് സച്ചിൻ ദേവ് MLA അങ്ങേയറ്റം അസ്വസ്ഥനാക്കിയിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം യദു നൽകിയ FIRന്റെ പകർപ്പ് വായിച്ചാൽ തന്നെ സച്ചിൻ ദേവ് MLA ഉപയോഗിച്ച ഭാഷ എത്രത്തോളം മാന്യമായതായിരുന്നു എന്നുള്ളത് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് ചാനലിലൂടെയോ അല്ലാതെയോ പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വാക്കായിരുന്നുവെന്നും യദു തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം KSRTC ബസ്സിനെ കാർ ഉപയോഗിച്ച് പൊതുനിരത്തിൽ തടഞ്ഞു എന്ന സംഭവം, ആ കുറ്റം ആരോപിച്ച് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന് കാട്ടി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻ ദേവിനുമെതിരെ പോലീസ് കേസെടുത്ത വാർത്തയും പുറത്തു വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുകയാണ്. KSRTC ഡ്രൈവർ യദു ഹർജി നൽകി കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയത്. പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നതുൾപ്പെടെ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കുറ്റം ചാർത്തപ്പെട്ടത്. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഇരുവർക്കുമെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.